നമസ്കാരം, ഞാൻ ഡോക്ടർ ഗോപികൃഷ്ണൻ, അമൃത ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റാണ്. ഇന്ന് വേൾഡ് അൽഷൈമേഴ്സ് ഡേ ആണ്. ഇന്ത്യയിൽ 60 വയസ്സിൽ മേലെ പ്രായമുള്ള ആൾക്കാരിൽ 100-ൽ 7 പേർക്കെങ്കിലും അൽഷൈമേഴ്സ് അല്ലെങ്കിൽ അതുപോലെ മറ്റ് ഡിമെൻഷ്യകളോ ബാധിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അൽഷൈമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഒരുതരം ഡിമെൻഷ്യ അല്ലെങ്കിൽ മറവി രോഗത്തിൽ വരുന്ന ഒരു കൂട്ടം അസുഖമാണ്. ജനിതകമായ കാരണങ്ങളാലും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാരണങ്ങളാലും നമ്മുടെ പാരിസ്ഥിതികമായ കാരണങ്ങളാലും തലച്ചോറിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ചില തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് ഈ കണ്ടീഷൻ. മറവി ആണ് ഇതിൻ്റെ പ്രധാനമായ രോഗലക്ഷണം. ഈയിടെ നടക്കുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ചോദിച്ച ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുക, വാക്കുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ആൾക്കാരുടെ പേരുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, പരിചയമുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ വഴിതെറ്റിപ്പോവുക, പിന്നെ ചില സ്വഭാവ വൈകല്യങ്ങൾ, അമിതമായ സംശയം, ഇത്തരത്തിലുള്ളതാണ് സാധാരണമായി അൽഷൈമേഴ്സ് രോഗമുള്ള ആൾക്കാർക്കുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ. ഈ രോഗം കൂടുന്നതിനനുസരിച്ച് ഈ ബുദ്ധിമുട്ടുകളെല്ലാം കുറച്ചായി കൂടാൻ സാധ്യതയുണ്ട്. കുറച്ച് അഡ്വാൻസ്ഡ് ആവുന്നതിനനുസരിച്ച് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനൊക്കെ മറ്റൊരാളുടെ സഹായം വേണ്ടി വരാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളായി ഒരു ഡോക്ടറെ കാണാൻ വരുന്ന സാഹചര്യത്തിൽ ഈ അസുഖം അൽഷൈമേഴ്സ് ഡിസീസ് തന്നെയാണോ അതോ അതുപോലെയുള്ള മറ്റേതെങ്കിലും അസുഖങ്ങളാണോ എന്ന് ഉറപ്പിക്കാനായി ചില ടെസ്റ്റുകൾ ചെയ്തു നോക്കും. ഇതിൽ മെമ്മറി ടെസ്റ്റുകൾ ഉൾപ്പെടും, ചില ബ്ലഡ് ടെസ്റ്റുകൾ ഉൾപ്പെടും, തലയുടെ സ്കാൻ ഉൾപ്പെടും. ഇത്തരത്തിലുള്ള സ്കാനുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവസാനം രോഗം അൽഷൈമേഴ്സ് ഡിസീസ് തന്നെയാണോ അല്ലയോ എന്ന് ഉറപ്പിക്കുന്നത്. അൽഷൈമേഴ്സ് ഡിസീസ് ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയുള്ള ചികിത്സ ആരംഭിക്കാവുന്നതാണ്. ഈ അസുഖത്തിന് മരുന്നുകൾ ഉണ്ടെങ്കിലും ഈ മരുന്നുകൾക്ക് പൂർണ്ണമായി ഈ അസുഖത്തെ തടയാനാവില്ല. എന്നിരുന്നാലും ഈ അസുഖത്തിൻ്റെ പല രോഗലക്ഷണങ്ങളും നമുക്ക് മരുന്നുകൾ വെച്ച് ഒരു പരിധിവരെ നിയന്ത്രിക്കാനാവും. അൽഷൈമേഴ്സ് അസുഖം വരുന്നത് തടയാനായി നമുക്ക് ചെയ്യാവുന്ന കുറച്ച് മുൻകരുതലുകളുണ്ട്. ഉദാഹരണത്തിന് നല്ല ആക്റ്റീവായിട്ടുള്ള വ്യായാമം, ദിവസേനയുള്ള വ്യായാമം, കൂടുതൽ ആൾക്കാരുമായി ഇടപഴകാൻ ശ്രമിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യം കാണിക്കുക, ഡയബറ്റിസ്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, അമിതവണ്ണം, ഇത്തരത്തിലുള്ള മെഡിക്കൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആൾക്കാരാണെങ്കിൽ അവ കറക്റ്റായി നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക, മദ്യപാനം, പുകവലി മുതലായ കാര്യങ്ങൾ ഒഴിവാക്കുക. ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെഷേഴ്സിലൂടെ ഒരു പരിധിവരെ ഈ അൽഷൈമേഴ്സ് രോഗം നമുക്ക് തടയാനാവും.